നമസ്കാരം. ബോംബ് സ്ഫോടനം തുടർക്കഥയാവുന്നു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷമീറിൻ്റെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശിച്ച സംഭവമുണ്ടല്ലോ. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ആ പ്രതികരണങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് നേതാക്കളാരും മരണ വീട്ടിൽ പോകാറില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുവാനുള്ള CPMൻ്റെ ഒരു സാധ്യതയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ. ആരെങ്കിലും പോയാൽ അവരെ ന്യായീകരിക്കുന്ന ഒരു സമീപനം. ഇപ്പോഴത്തെ വിവാദം കെട്ടടങ്ങി കഴിഞ്ഞാൽ മരിച്ചയാൾ രക്തസാക്ഷിയാകുന്ന സാഹചര്യം, രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുകയും മണ്ഡപങ്ങൾ പണിയുകയും ചെയ്യുന്ന സാഹചര്യം, ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ CPMൻ്റെ കയ്യിൽ. CPM നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് പാനൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതാണ്. പ്രതികളിൽ TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബു അടക്കമുള്ളവരുടെ അടുത്ത ആളുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടികൂടാനുള്ളവരിൽ ജ്യോതി ബാബുവിൻ്റെ ക്രഷറിൻ്റെ മാനേജർ വരെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. മരിച്ചയാളുടെ വീട് സന്ദർശിച്ചതല്ല പ്രശ്നം. എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്നതാണ് വിഷയം. ഒരാളുടെ വിശപ്പ് മാറ്റാനോ വിഷുക്കൈ നീട്ടം കൊടുക്കുവാനോ അല്ലല്ലോ ബോംബുണ്ടാക്കുന്നത്. ഒരു മനുഷ്യനെ കൊല്ലാനാണ്, ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനാണ്, മറ്റൊരാളുടെ ജീവൻ എടുക്കുവാനും അക്രമമുണ്ടാക്കുവാനും കലാപം സൃഷ്ടിക്കുവാനുമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളാണ് CPM നേതാക്കൾ അടക്കം എടുക്കേണ്ടത് എന്ന് തന്നെയാണ് പല നേതാക്കളും പറയുന്നത്. KK രമ അടക്കം. തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് റെയ്ഡ് നടത്തി ബോംബ് നിർമ്മാണം കണ്ടെത്തണമെന്ന് മാത്രമല്ല, വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടതുണ്ട് എന്നുവരെ KK രമ ആവശ്യപ്പെടുന്നുണ്ട്. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ മരിച്ച ഷമീറിൻ്റെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശിക്കുന്ന മാധ്യമ വാർത്തയുണ്ട്. പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സുധീർ കുമാർ, പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള A അശോകൻ എന്നിവരൊക്കെയാണ് ഈ ഷെറിൻ്റെ വീട്ടിലെത്തുന്നത്. കൂടാതെ സ്ഥലം MLA ആയിട്ടുള്ള KP മോഹൻ അടക്കമുള്ളവർക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇവർ പോയത് കൊണ്ടല്ല എന്നതിനെ പറയട്ടെ. ഷെറിനുമായി ബോംബ് നിർമ്മാണവുമായി ബന്ധമില്ലെന്ന് CPM നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾ ഷെറിൻ്റെ വീട്ടിലെത്തിക്കുന്നത്. അതേസമയം MLA എന്ന നിലയിൽ ആണ് വീട്ടിൽ പോയതെന്ന് KP മോഹനൻ വാദം മുന്നോട്ട് വെക്കുമ്പോഴും ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായല്ല എന്നും കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കക്രാട്ട് കുന്നിന് മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2015 ജൂൺ 6 സ്ഫോടനം ഉണ്ടാകുന്നു. അന്ന് CPM പ്രവർത്തകരായ ഷൈജുവും സുബീഷും അന്ന് കൊല്ലപ്പെടുന്നു. 4 പേർക്ക് പരിക്കേൽക്കുന്നു. സ്ഫോടനത്തിൽ അന്നും പറഞ്ഞത് പാർട്ടിക്ക് പങ്കില്ല എന്നാണ്. പാർട്ടിക്ക് പങ്കില്ല എന്ന് മാത്രമല്ല, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇത് പിന്നെ ഒരു സ്ഥിരം പല്ലവിയാണ് എന്ന് നാട്ടുകാർക്കും ജനങ്ങൾക്കുമൊക്കെ അന്വേഷണ സംഘത്തിനുമൊക്കെ ഇപ്പോൾ അറിയുകയും ചെയ്യാം. കാരണം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ ആദ്യം അവരെ പാർട്ടി തള്ളിപ്പറയും. തൊട്ടടുത്ത വർഷം അവരെ രക്തസാക്ഷി പട്ടികയിൽ ചേർക്കും. പിന്നീട് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. അതിനുശേഷം രക്തസാക്ഷി മന്ദിരം ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത പരിപാടി. അതിനു വേണ്ടിയിട്ട് CPM പിരിവ് നടത്തും. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിൻ്റെയും സുബീഷിൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P ജയരാജനായിരുന്നു എന്നുള്ളത് 2015 വസ്തുതയാണ്. സംസ്കരിച്ചത് അന്ന് ഈസ്റ്റ് ചെറ്റക്കണ്ടി AKG നഗറിലെ പാർട്ടി വക ഭൂമിയിലാണ്. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കുവാൻ ധനസമാഹരണം നടത്തി. 2016 ജൂൺ മാസം 6 മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിന് തുടക്കമിട്ടു. CPM രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാം കാലഘട്ടത്തിൽ 2015 ബോംബ് നിർമ്മാണ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആദ്യം CPM സ്വീകരിക്കുന്നത് CPMുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയപ്പെടുന്നു. അതുതന്നെയാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിലും മരിച്ച ഷെറിൻ്റെ വീട്ടിൽ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇതേ CPMൻ്റെ നേതാക്കൾ പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഈ കണ്ണൂരിലെ ജില്ലാ നേതൃത്വം മാറി നിൽക്കട്ടെ, നമ്മുടെ സംസ്ഥാന നേതൃത്വം MV ഗോവിന്ദൻ വാശുദ്ധാണ് പറഞ്ഞത്. MV ഗോവിന്ദൻ പറഞ്ഞതും ഈ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2015 കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും അതേ അവസ്ഥയല്ലേ? അന്ന് ബോംബ് നിർമ്മാണം നടത്തിയവർ അന്ന് മരിച്ചപ്പോൾ പറഞ്ഞത് CPMുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. 2016 അവർക്ക് വേണ്ടി എന്തിനാണ് പിന്നെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയത്? 2015 എന്തുകൊണ്ടാണ് അവരുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്? 2016 എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയത്? ഇങ്ങനെ മരിച്ചവരെ ആദ്യം തള്ളിപ്പറയുകയും അതിനുശേഷം രക്തസാക്ഷിത്വം ഭരിച്ചവരെ വലിയ മഹാന്മാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരുതരം തരംതാണ ഇരട്ടത്താപ്പ് മനോഭാവമുള്ള CPMൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയുണ്ടല്ലോ, അതിനി ഇവിടെ കളിക്കരുത്. കാരണം ഇനിയും ഇതുപോലെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ആരെയും നോക്കരുത്. മനസാക്ഷിയുള്ള, മനസ്സ് മരവിപ്പിച്ചിട്ടില്ലാത്ത ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളിങ്ങനെ ആളെ കൊന്ന് നേടിയെടുക്കുന്നതൊന്നും നിങ്ങൾക്കൊരു കാലത്തും ഉപകരിക്കില്ല എന്ന് കൂടി ഓർമ്മിക്കുക. എത്ര പേരുടെ കണ്ണുനീർ, എത്ര അമ്മമാരുടെ കണ്ണുനീരാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്ന്
മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഈ CPM-ൻ്റെ ഒരു നേതാവിനും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ പാനൂർ ബോംബ് സ്ഫോടനവും മുമ്പ് കണ്ണൂരിൽ നിന്ന് നടന്ന ബോംബ് സ്ഫോടനവുമൊക്കെ ആദ്യം നിങ്ങൾ തള്ളിക്കളയും. മരിച്ചവരെ നിങ്ങൾ CPM-കാരല്ല എന്ന് തന്നെ പറയും. പക്ഷെ അതിനുശേഷം അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കും. അവർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തും, രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കും, രക്തസാക്ഷി ദിനങ്ങൾ ആചരിക്കും. ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയാണ്. അതുകൊണ്ട് പാനൂർ ബോംബ് സ്ഫോടനവും നിങ്ങൾ തന്നെ ചെയ്തതാണ് CPM-കാരാ.